കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി. ഷിയാസെ കർമ്മ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ടെന്നും അത് തിരിച്ചു വരുന്നു. എന്താണ് ശരിക്കും അങ്ങനെ ഒരു ഷിയാസുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇടാൻ കാരണം എന്താണ്? ഈശ്വര, ഓരോന്നോരോന്നായി പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. ശരിക്കും പറഞ്ഞ കർമ്മയിൽ ഒരുപാട് വിശ്വസിക്കുന്ന ആള് തന്നെയാണ് ഞാൻ. അതെ കിട്ടേണ്ടവന് കിട്ടേണ്ടപ്പോ കിട്ടിക്കോളും. അനസായിട്ട് കമ്പനി ഉണ്ടായിരുന്ന സമയത്ത് ഷിയാസ് കരീം ഇതുപോലെ തന്നെ ഒരു ലേഡിയുടെ കേസ് തന്നെയാണ് അത്. ഇതിനൊരു പാൻ ഇന്ത്യൻ അലവലാതിയാണല്ലേ. അവർക്ക് അവരുടെ നിന്ന് ഫണ്ട് വാങ്ങിച്ച സീനിൽ തന്നെ അവർക്കിട്ട് തിരിച്ചു പണിയാൻ വേണ്ടിയിട്ട് തൂക്കിയല്ലോ നാദാ ആദ്യം അനസിനോട് വന്ന് സംസാരിക്കുകയും അനസ് അന്ന് പൊള്ളാച്ചിയിൽ വെച്ചിട്ടാണ്. അനസ് അത് എൻ്റെ അടുത്ത് പറയുകയും ഞാൻ അവർക്ക് ആദ്യം ഒരു ഫോൺ കോൾ ചെയ്തു, സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഷിയാസ് കുറച്ച് ഫണ്ട് വേറെ ലേഡിയുടെ ഷിയാസ് ഫണ്ട് വാങ്ങി ഫണ്ട് വാങ്ങിയ കേസ് തന്നെ. സ്ഥിരാണല്ലേ? അങ്ങനെയൊന്നുമില്ല, ടൈം പാസ്. ഫണ്ടേ ഉണ്ട് ഈ സ്വഭാവം. ഷിയാസ് എന്ന് പറഞ്ഞു ഒരു ചുരിദാർ എവിടെയും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് പുറകെ പോകും. സുന്ദരികളായ പെണ്ണുങ്ങളെ കാണുന്നതും അവരോട് സംസാരിക്കുന്നതും എന്റെ ഒരു വീക്ക്നെസ് ആയി പോയി എന്ന് വെച്ച് തോന്നിയ ഞാനല്ല കേട്ടോ. അത് പൊതുവായിട്ട് അന്വേഷിച്ച് അറിയാൻ പറ്റും. ഒരുപാട് പെൺകുട്ടികൾക്ക് കുറെ കേസുകൾ വന്നിട്ടുണ്ട്. പക്ഷെ പലതും അദ്ദേഹം രക്ഷപ്പെട്ടു. എന്നാൽ ലോകത്തിലേക്ക് ഏറ്റവും വലിയ അലവലാതിക്കുള്ള ഒളിമ്പിക് സ്വർണം നിനക്ക് കിട്ടൂന്നായിരുന്നു എന്റെ പ്രതീക്ഷ. പക്ഷെ ഇപ്പൊ മനസ്സിലായി, നിനക്ക് വെള്ളിയെ കിട്ടുള്ളൂ. പറയാൻ മേടിച്ചിട്ടുള്ള ഒരു ഇതാണ്. കാര്യന്റെ പുറകെ കുറെ ഗുണ്ടായ സംഘങ്ങളുണ്ട്. ഇപ്പം ഭീഷണിപ്പെടുത്തലൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്. മറന്നു കിടക്കുന്ന പഴയ കഥ കുത്തിപ്പൊക്കി എന്റെ പ്രഷർ കൂട്ടിയാലുണ്ടല്ലോ. അങ്ങനെ അത് പൊള്ളാച്ചിയിൽ വെച്ച് അങ്ങനെ പറയുകയും പിന്നെ അത് അനസായിട്ട് ഞാൻ നടക്കുന്ന സമയത്ത് ഷിയാസ് എന്നെ വിളിച്ച്, ഞാൻ ദുബായിൽ വെച്ചിട്ട് അനസും ഷിയാസ് ഒരുമിച്ചിട്ടുണ്ടെന്നുള്ള സമയത്ത് ഞാൻ അറിഞ്ഞുകൊണ്ട് ഷിയാസിനെ കോളിൽ വിളിച്ചായിരുന്നു. അന്ന് എനിക്ക് കിട്ടിയില്ല, ഇവനെടുത്തില്ല, ഫോൺ എടുത്തില്ല. അതിനുശേഷമാണ് ഷിയാസിനെ വിളിച്ചപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ എടുത്തിടുകയും ചോദിക്കുകയൊക്കെ ചെയ്തിട്ട് ഷിയാസിനെ സംഭവിച്ചിട്ടുള്ള വാർത്ത ന്യൂസിൽ വന്നതാണ്. പറഞ്ഞ ഷിയാസ് കരീമിന്റെ കാര്യം പറഞ്ഞ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒളിവി പോയിട്ടിനെ തന്നെ പിടിക്കാനും സുഖമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റയിൽ ഒരു 2-3 പെമ്പിള്ളേരെ ഫോട്ടോ ഇട്ട് മെസ്സേജ് ചെയ്ത് അവൻ എവിടെ പോയാലും അതിലേക്ക് തിരിച്ച് മെസ്സേജ് അയക്കും. ഒരു പെണ്ണിന്റെ മണം കിട്ടിയാൽ മതി, അപ്പൊ അതിന്റെ പിന്നാലെ പോകും. എന്ത് പട്ടിണി കിടന്നാലും നിനക്ക് ഇപ്പോഴും പഴയ സ്വഭാവം തന്നെ. ഷിയാസ് പണ്ട് മുതൽ ഈ ഒരു സ്വഭാവക്കാരനാണെന്നാണോ പറയുന്നത്? ഞാൻ കണ്ടിടത്തോളം ഞാൻ അറിഞ്ഞ അന്ന് മുതൽ ഇത് തന്നെയാണ് സംഭവം. ഈ ഒരു കൊട്ടേഷൻ മേഖലയിൽ ഷിയാസ് സഹായിക്കാറുണ്ട്. വർക്കുകൾ വരുമ്പോൾ കൊണ്ടുവന്ന് അനസിന് കൊടുക്കും. അത് നമുക്ക് അനസ് നമ്മുടെ അടുത്ത് പറയും, അത് നമ്മൾ ചെയ്യാറുണ്ട്. പണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അടിപൊളിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഷിയാസ് ഇതിനകത്തൊന്നും വരില്ല. ഇല്ലില്ല, പുള്ളി ഒരു നല്ലൊരു സെലിബ്രിറ്റി മോഡലിൽ മാറി നിൽക്കാം. എന്താ ഉറക്കം വരുന്നു. താങ്കൾ പറയുന്ന ഷിയാസ് പണ്ട് മുതലേ ഈ ഒരു പറ്റിക്കൽ സ്വഭാവം അദ്ദേഹത്തിനുള്ളതാണ്. അതെ അതെ അതെ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. ഫുൾ പെണ്ണിന്റെ ഇത് തന്നെയാണ് കൂടുതലായിട്ട്. നിന്റെ ഫ്രണ്ട്സിനെ കുറിച്ച് പറഞ്ഞു തന്നൊക്കെ കൊള്ളാം. ഓ, താങ്ക് യു അങ്കിൾ. അതൊരു നല്ല സുഹൃത്തിന് ചേരുന്ന കാര്യമല്ല. ഡു യു അണ്ടർസ്റ്റാൻഡ് മീ? ക്ലിയർലി. സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് അവരോട് നേരിട്ട് പറയണം, അല്ലാതെ അത് മറ്റുള്ളവരോട് പറഞ്ഞു നടക്കരുത്. ഇങ്ങനെയുള്ളവരെ ഞങ്ങളുടെ കാലത്ത് പാര എന്നാണ് പറയുന്നത്. ഓഹോ, ഇപ്പൊ അതിനെന്താ പറയാ? ഐ തിങ്ക് അങ്കിൾ ഇപ്പോഴും അതിന് പാരാന്ന് തന്നെയാ പറയാ. റിയലി?